സമസ്ത സെക്രട്ടറി ഉമർ ഫൈസി മുക്കവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് CPIM നേതാവ് MV ജയരാജൻ. മതനിരപേക്ഷ ചേരി ശക്തിപ്പെടേണ്ട ആവശ്യം ചർച്ച ചെയ്തു. കോൺഗ്രസ് ലീഗ് നിലപാട് ചർച്ചയായെന്നും MV ജയരാജൻ 24-നോട് പറഞ്ഞു. വിവരങ്ങളുമായി ദീപക് ധർമ്മടം ചേരുന്നു. ദീപക്, വലിയ രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള കൂടിക്കാഴ്ചയാണ് നടന്നിരിക്കുന്നത്. എന്താണ് വിവരങ്ങൾ? വേണു, 24-നോട് അല്പം മുൻപ് MV ജയരാജൻ സംസാരിച്ചത് ഉമർ ഫൈസി മുക്കവുമായി സൗഹൃദ കൂടിക്കാഴ്ച നടന്നു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് ഈ ബുള്ളറ്റിനിൽ തന്നെ ആ സംഭാഷണം നമുക്ക് കേൾപ്പിക്കാൻ സാധിക്കുമെന്നാണ്. അതിൽ ഒന്ന് പ്രധാനമായും മതനിരപേക്ഷ ചേരികൾ ശക്തിപ്പെടേണ്ട ആവശ്യകതയെക്കുറിച്ചായിരുന്നു പ്രധാന ചർച്ച. കണ്ണൂരിലെ ഭരണഘടനാ സംരക്ഷണ സമിതിയുമായുള്ള പ്രവർത്തനങ്ങളിൽ ഉമർ ഫൈസി മുക്കം നേരത്തെ വലിയ തോതിൽ സഹകരിച്ചിരുന്നു. അതുപോലെ തന്നെ കോഴിക്കോട്ടെ പൗരത്വ സംരക്ഷണ റാലി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സഹകരിച്ചു. ഈ കാര്യത്തിനെല്ലാം ഒരു നന്ദി സൂചകമായി കൂടി സംസാരിച്ചു. തെരഞ്ഞെടുപ്പ് കാര്യങ്ങൾ ചർച്ച ചെയ്തു. MV ജയരാജന്റെ പ്രതികരണം കിട്ടിയിട്ടുണ്ട്, അത് കണ്ടതിന് ശേഷം വരാം. ഉമർ ഫൈസിയുമായിട്ടൊരു സൗഹൃദ സന്ദർശനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. രാഷ്ട്രീയ ചർച്ചകളൊന്നും ഉണ്ടായിട്ടില്ല. സമകാലീനമായ രാജ്യത്തിന്റെ അവസ്ഥ അദ്ദേഹം അതിൽ ഉത്കണ്ഠ രേഖപ്പെടുത്തി. മതനിരപേക്ഷ ശക്തികൾ ഒന്നിച്ചു നിൽക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഞാനത് അദ്ദേഹത്തോട് പറയുകയും ചെയ്തു. നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങളിൽ ഒന്നായ മതനിരപേക്ഷത ഇല്ലാതാക്കുന്ന ഒന്നാണല്ലോ. അതാണ് ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുള്ള കാര്യം. ശരി ദീപക്, തുടരാം. വേണു, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സമസ്ത സെക്രട്ടറിയെ MV ജയരാജൻ കാണുന്നതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പിന് ശേഷം കാണുന്നു എന്നുള്ളത് അതൊരു നന്ദി സൂചകമായ ഒരു കൂടിക്കാഴ്ച തന്നെയാണ്. MV ജയരാജനുമായി അല്പം മുൻപാണ് ഞാൻ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞതിന്റെ വാക്കുകൾ നമ്മൾ കേട്ടു കഴിഞ്ഞു. അതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പുമായി ബന്ധമില്ലെങ്കിലും ഈ കേരളത്തിൽ മതനിരപേക്ഷ ചേരി ശക്തിപ്പെടുന്ന പ്രവർത്തനത്തിൽ ഉമർ ഫൈസി മുക്കത്തിന് നിർണായകമായ റോളുണ്ട്. അതിൽ ഒരു കാര്യം ഞാൻ എടുത്തു ചോദിച്ചത്, കോൺഗ്രസ് ലീഗ് നിലപാടുകളെ ശക്തമായി വിമർശിക്കാറുണ്ടായിരുന്നു. ഈ കാര്യം ചർച്ചയായോ എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളെ കുറിച്ച്, അതായത് ഇലക്ഷൻ വേളയിൽ പോലും അദ്ദേഹത്തിന്റെ ചില പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു ലീഗിനെ കൂടി വിമർശിച്ചുകൊണ്ട്. ലീഗുമായി സമസ്തയ്ക്ക് ഭിന്നതയുണ്ടെന്നും ഉമർ ഫൈസി മുക്കമാണ് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങൾ, സമകാലിക സംഭവങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്തു എന്നും മാത്രവുമല്ല ഇടതുപക്ഷമാണ് യഥാർത്ഥത്തിൽ ഫാസിസത്തിനെ പ്രതിരോധിക്കുന്നത് എന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു എന്നുള്ളതുമാണ് MV ജയരാജൻ നമ്മളോട് പറഞ്ഞത്. സൗഹൃദമായ കൂടിക്കാഴ്ചയായിരുന്നുവെങ്കിലും അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് MV ജയരാജന്റെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത്. വേണു ബാലകൃഷ്ണൻ. ദീപക്, സമസ്തയുടെ ഉള്ളിൽ നിന്ന് ഇനി ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ സ്വാഭാവികമായും പ്രതീക്ഷിക്കാവുന്നതല്ലേ? ഒരു പ്രധാനപ്പെട്ട കാര്യം, സമസ്ത വളരെ കൃത്യമായി ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് സുപ്രഭാതം കത്തിക്കൽ, അതിനുശേഷമുള്ള നിരന്തരമായ ചില പ്രശ്നങ്ങൾ, സുപ്രഭാതത്തിന്റെ ഏജൻസി ഉൾപ്പെടെ റദ്ദ് ചെയ്യാൻ നീക്കങ്ങൾ നടക്കുന്ന ചർച്ചകൾ, സുപ്രഭാതം ഓഫീസിലേക്കുള്ള ഭീഷണി കോളുകൾ, ഇതെല്ലാം തന്നെ സമസ്ത നേതൃത്വത്തെ വലിയ രീതിയിൽ അലോസലപ്പെടുത്തിയിട്ടുണ്ട്. മാത്രവുമല്ല ഇലക്ഷനു ശേഷം കൃത്യമായി സുപ്രഭാതത്തിന്റെ മാനേജിംഗ് ഡയറക്ടറും സമസ്തയുടെ പ്രമുഖ നേതാവും ലേഖനത്തിലൂടെ ലീഗിനും ചന്ദ്രികയ്ക്കും ചില കൃത്യമായ വിമർശനം മുന്നോട്ട് വയ്ക്കുകയാണ്, മുന്നറിയിപ്പ് നൽകുകയാണ് ഉണ്ടായത്. അതിന് തൊട്ടുപുറകെ ചന്ദ്രിക അതിന് മറുപടിയായി മുഖലേഖനം എഴുതുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഈ പ്രശ്നം സമസ്തയെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിലാണ് സമസ്ത കാണുന്നത്. ജയരാജന്റെ കൂടിക്കാഴ്ചയെ ഏതെങ്കിലും രീതിയിൽ സമസ്ത തള്ളി പറയാനുള്ള ഒരു സാധ്യതയും കാണുന്നില്ല. വേണു ബാലകൃഷ്ണൻ. ശരി, ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.